ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഞാൻ ഉറക്കം എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കാപ്പി ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഷോപ്പിങ്ങിനും കൂടെ പോകണം. കുറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്ത് പോകണം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എണീറ്റു. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഫേസൊക്കെ കഴുകി ചേട്ടനും മാമി നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രഷായി ഇനി കിച്ചണിലോട്ട് പോവുകയാണ്. കുറച്ചധികം ലേറ്റായി ഏട്ടാ എണീറ്റപ്പം. അതുകൊണ്ട് തന്നെ വെയിലൊക്കെ ഇതാ വന്ന്. ഞാൻ രാവിലെ ഒരിക്കൽ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തോന്ന് നമ്മുടെ മോട്ടറിലെ വെള്ളമൊക്കെ ഇട്ടു. പിന്നെ ചുറ്റുമുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. പിന്നെ വീണ്ടും കയറി കിടന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. അപ്പം ഇവിടെ ആയിട്ടുണ്ട്, കറിയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഇടണം. ചായ ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് മുട്ട വേവിക്കുകയാണ്. ചേട്ടനുണ്ട് കേട്ടോ, ചേട്ടൻ പോയില്ല ഇതുവരെ, ഇനിയിപ്പോൾ പോവും. നമ്മളിതാ കാപ്പി കുടിക്കാനായിട്ടിരുന്നു. ഇന്ന് അപ്പവും ചമ്മന്തിക്കറിയും പിന്നെ മുട്ടയാണ്, പുഴുങ്ങിയ മുട്ട, പിന്നെ ചായ. നമ്മൾ രണ്ടുപേരും കഴിക്കാനായിട്ടിരുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ? കറിയില്ലേ കൂടിയാ? ഹലോ ഗേസ്. ചേട്ടൻ ഷേവ് ചെയ്തോണ്ട് നിക്കാണ് രാവിലെ. ചേട്ടൻ ജോലിക്ക് പോണില്ലേ ഇന്ന്? ലേറ്റ് ആയിട്ടാ പോണേ? എന്താണ് ഇന്ന് ലേറ്റ് ആയിട്ട് പോകുന്നത്? എന്തത് സെക്കൻഡ് ഷിഫ്റ്റാ? അപ്പോൾ ബാബ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. പക്ഷേ അവൾക്ക് സുഖമില്ല. അവൾക്ക് ചെറിയൊരു പനിയും പിന്നെ ഒരു കഫത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അവളെയും കൊണ്ട് ആശുപത്രിയിൽ നമുക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി സാധനങ്ങൾ വാങ്ങാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ട് പോവാണ്. അതിനുശേഷം ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവക്ക് വയ്യ, ഇവക്ക് ചെറിയൊരു കോൾഡ് പോലെ ഒരു കഫത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ആശുപത്രിയിൽ പോയി മരുന്നും വാങ്ങിയിട്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ എന്തായാലും അത് തീരുമാനമായില്ല. എന്തായാലും അത് പറയാം. എൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടമായെങ്കിൽ പറയണേ. അവൾക്ക് വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. ഇന്നിനി സാധനങ്ങളൊന്നും ആകുന്നില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ പോകുമല്ലേ. എന്തായാലും മരുന്ന് വാങ്ങിയിട്ട് ഡോക്ടറിനെ കാണിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകുവാണ്. ബാഗ് ഇതിനകത്ത് വെച്ച്. അപ്പം ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഈ ഒരു ബാഗും പിന്നെ ഈ ഒരു ബാഗ് വീട്ടിലോട്ട് പോകുന്നത് കൊണ്ട് വാങ്ങാം. ഇറങ്ങാം ചേട്ടാ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ വേറെ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പോകുന്നില്ല. ചേട്ടൻ നേരെ ജോലി സ്ഥലത്തോട്ടും ഞാൻ പിന്നെ ചേട്ടനെ എന്തായാലും കൊണ്ടുവിട്ടിട്ട് ആ സ്കൂട്ടിയിൽ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുവാണ്. രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ചേട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പാർശ്ശല റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവെ അങ്ങ് അന്നത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് പിക്ക് ചെയ്തോണ്ട് പോകും. ഈ സ്ഥലം ചെറുവാരക്കുളത്ത് നമുക്കിവിടെ ഒരു ലോ കോളേജ് ഉണ്ട്. നല്ല ഫേമസ് ആണ്, മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് ആ സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ എനിക്ക് ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനുള്ള പാരസെറ്റമോളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് ഇറങ്ങി. ഹലോ. അപ്പോൾ ചേട്ടൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചേട്ടൻ പോണ് അല്ലേ ചേട്ടാ? ഇന്ന് വരുമോ?
ഇന്ന് വരാൻ പറ്റത്തില്ല. ഇന്ന് ചേട്ടൻ വരില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു. മിസ് യു. അങ്ങനെ ഹസ്ബൻഡിനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ചേട്ടൻ വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ചേട്ടൻ എനിക്കെന്നും വരുന്നതാണ് എനിക്കിഷ്ടം. ഇത് പാറശാല റെയിൽവേ സ്റ്റേഷനാണ്. ചേട്ടന് 11:30ക്കാണ് ട്രെയിനിൻ്റെ സമയം. കൊല്ലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് ചേട്ടൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഈവനിങ് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചേട്ടനെ ബൈയൊക്കെ പറഞ്ഞ് പോകുവാണ്. അപ്പോൾ ഇനി ഞാൻ നേരെ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അവിടെയാണ് ഭാര്യ ഏൽപ്പിച്ചിട്ട് വന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് എൻ്റെ വീട്ടിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ട് കാണാം. ഹായ്. അപ്പോൾ ഞാനിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ചോറൊക്കെ കഴിച്ചു. ഇവിടെ ചേട്ടൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി എൻ്റെ വീട്ടിലോട്ട് പോകും. വാവ ഇത്രയും നേരം ഉറക്കമായിരുന്നു, ഇപ്പോൾ ആൾ എണീറ്റിട്ടുണ്ട്. മരുന്നൊക്കെ കൊടുത്തു. അപ്പോൾ മരുന്ന് കൊടുത്തതിൻ്റെ ഒരു ക്ഷീണമാണ്, എക്സ്പ്രഷനൊക്കെയാണ് കാണിക്കുന്നത്. ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്, 1:15 ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടെ ചേട്ടൻ്റെ അമ്മയും പിന്നെ ബ്രദറിൻ്റെ മോനുമായിട്ടൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കളിയൊക്കെ പറഞ്ഞിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ മോനാണെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. അവൻ ഇന്നത്തോടെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരമായപ്പോൾ അടിപൊളി ചായയും മുട്ട ബജിയും കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുമായിരുന്നു. ഞാൻ മോളെയും കൊണ്ട് സ്കൂട്ടിയിൽ തന്നെയാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത്. അതായത് ഈ ബാഗിലിട്ടാണ് വാവയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ ലോങ് ഇതാദ്യമായിട്ടാണ് വാവയെ ബാഗിലിട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ അവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ പോയിട്ടുണ്ട്. ലോങ് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഹലോ. അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഞാൻ വൈകിട്ടായി ഇവിടെ എത്താൻ. അപ്പോൾ ഇവിടെ എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ട്, കുഞ്ഞുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ വീഡിയോയിൽ വരാതെയുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ചേച്ചിയും അമ്മയും പിള്ളേരോട്ടൊക്കെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാവയെ കാണാനും എടുക്കാനൊക്കെ നമുക്ക് നല്ല കൊതിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിനുശേഷം ഞാനിവിടെ വന്ന ഉടനെ തന്നെ ചോറ് കഴിച്ചായിരുന്നു. കാരണം അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാൻ എല്ലാ പെൺമക്കൾക്കും ഒരു ആഗ്രഹം കാണുമല്ലോ. അപ്പോൾ ആ ഒരു കൊതി എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന ഉടനെ ചോറൊക്കെ കഴിക്കുമായിരുന്നു. അതങ്ങനെയാണല്ലേ, നമ്മളുണ്ടാക്കുന്ന ഫുഡിന് നമുക്ക് ടേസ്റ്റ് കുറവാണെന്ന് തോന്നും. പക്ഷേ നമുക്കൊരാൾ ഉണ്ടാക്കി തരുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കളിയായിരുന്നു. കാരണം വാവയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ചേട്ടന്മാരുടെ ഇടയിൽ ഒരു പെൺവാവയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെയും പപ്പയുടെയും കൃഷിയാണ്. ഇവിടെ പയറും കുറേ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്, അടിപൊളിയാണ് കാണാനായിട്ട്. അമ്മ പണ്ട് മുതലേ ഒരുപാട് ചെടികളൊക്കെ നടുമായിരുന്നു, അതായത് പൂക്കളൊക്കെ. ആ സമയത്തൊക്കെ ഈ മുറ്റമൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിലേക്ക്. പക്ഷേ ഇപ്പോൾ ചെടികളൊക്കെ പോയി, അതെല്ലാം മാറ്റി ഇപ്പോൾ പച്ചക്കറിയാക്കി. കാരണം പപ്പയ്ക്ക് ഈ പച്ചക്കറിയോടാണ് കൂടുതൽ താല്പര്യം. ചെടിയെ പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളല്ല എൻ്റെ പപ്പയ്ക്ക് ഇതുപോലുള്ള ഫലം തരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണ് പച്ചക്കറിയൊക്കെ വെച്ചത്. അങ്ങനെ വീണ്ടും കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് ചെടിത്തോട്ടമൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ഫുള്ളത് തന്നെയായിരുന്നു വീട്ടിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനെ മാറിയെടുക്കും, കളിപ്പിക്കും, പിന്നെ അവരുടെ ചിരിയും കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ തന്നെയാണ് പരിപാടി, അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ ചേച്ചി ഇവിടെ അല്ല താമസിക്കുന്നത്. ചേച്ചിക്ക് വേറെ വീടുണ്ട്, പഴയ ചക്കട. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ അവളുടെ വീട് ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നു. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഇവിടെ നിൽക്കുന്നതാണ്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും മെഡിക്കൽ ക്ലെയിമിൻ്റെ ഒരു സാർ വന്നിട്ടുണ്ടായിരുന്നു. ഹായ്. അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഞാനപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഫ്രഷായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വാവയും ദേഹം കഴുകി. അവൾക്ക് പനി ആയതുകൊണ്ട് കുളിപ്പിച്ചൊന്നുമില്ല. അപ്പോൾ വാവ ഇവിടെ ഉണ്ട്, അപ്പം മോനും ഇവിടെ ഉണ്ട്. അവനാണെങ്കിൽ കളിയൊക്കെ ആയിരുന്നു. നാളെ എക്സാം ഉണ്ട്. നാളെ ഏത് എക്സാം മക്കളെ? ഇംഗ്ലീഷ്. പഠിച്ചാ?
എന്തോന്നൊക്കെ ചോദിക്കും നാളെ എക്സാമിന്? അറിഞ്ഞൂടാ. ഇവന് നാളെ ഇംഗ്ലീഷ് എക്സാമാണ്. ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പം ഇനി അവനെ പഠിപ്പിക്കണം. പിന്നെ ഫുഡ് കഴിക്കണം. അപ്പം ഇന്ന് ഞാൻ ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. നാളെ മിക്കവാറും പോവും. അങ്ങനെ ഇന്ന് ഈ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡേയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാ ചേച്ചിയുടെ മോനാണ്. പേര് പറഞ്ഞത് മക്കളെ? എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? LKG റോസ്. LKGയിലാണ്. രണ്ടുപേരും LKG സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ചേച്ചിയുടെ ഹസ്ബൻഡും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും പപ്പയും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്താ ചേച്ചി ഡിസ്ലൈക്ക് അടിക്കുന്ന കമന്റ് കൊള്ളാന്ന്? അപ്പോൾ പപ്പ വന്നപ്പോഴത്തേക്കും പഴക്കേക്കും ഉഴുന്ന വടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ പപ്പയ്ക്കാണെങ്കിൽ കൊലക്കടയിലാണ് ജോലി. അതായത് ഈ പഴത്തിൻ്റെയൊക്കെ കടയില്ലേ, അത് പഴം മാത്രമുള്ള കട, അവിടെയാണ് പപ്പ ജോലിക്ക് പോകുന്നത്. അപ്പോൾ സ്വന്തം കടയല്ല, റെൻറ്റിന് എടുത്തിട്ട് പപ്പ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും ഒരു 7-7:30 ഈ സമയത്തിനിടയ്ക്ക് പപ്പ വരും. രാവിലെ കടയിൽ പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ വീട്ടിലല്ല കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തത്. എൻ്റെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു ഇന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെയിലി ഇങ്ങനെയൊന്നും അല്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. പിള്ളേരൊക്കെ ഇപ്പോഴും നല്ല കളിയിലാണ്. അവർ ഏത് സമയവും കളിയാണ്. പിന്നെ പയ്യന്മാരായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അടിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചില സമയം നല്ല രീതിയിലും ഇരുന്ന് കളിക്കും. കുഞ്ഞു പിള്ളേരെയൊന്നും അവർക്ക് വലുതായിട്ടൊന്നും ഇഷ്ടമല്ല. കാരണം അവർ വലിയ സീനിയറൊക്കെ ആയില്ലേ, അതുകൊണ്ട് ജൂനിയർ പിള്ളേരെയൊക്കെ എപ്പോഴും മാറ്റി നിർത്തും. അപ്പോൾ എൻ്റെ വാവയും പിന്നെ ചേച്ചിയുടെ ഇളയ വാവയും ആണ് ഇപ്പോൾ ഏറ്റവും കുഞ്ഞായിട്ടുള്ളത്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, എൻ്റെ ബ്രദറിൻ്റെ വാവ. ഹലോ. അപ്പോൾ ഇപ്പോൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതുവരെ പിള്ളേരൊന്നും ഉറങ്ങിയിട്ടില്ല. അതേ മോളും ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ മോനും പിന്നെ ചേച്ചിയുടെ മോനും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാത്രി എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് ഷാർജ അടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഷാർജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഷാർജ അടിക്കാം. അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് മീൻ കഴുകുകയാണ് നാളത്തേക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. പക്ഷെ കിച്ചണൊന്നും കാണിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. എന്തോന്ന് പരിപാടി? ഷാർജ ഉണ്ടാക്കാൻ അറിയാമോ? ഉണ്ടാക്കാൻ അറിയാമോ? പിന്നെ പഠിക്കണോ ഉണ്ടാക്കാൻ? നമുക്ക് ഉണ്ടാക്കി പഠിക്കാം. ഉണ്ടാക്കി പഠിച്ച് നോക്കാം നമുക്ക്. പിള്ളേരെ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം. അപ്പൊ പാലെടുത്തിട്ടുണ്ട്. എന്തോന്നാ കിട്ടുന്നേ? പാല്, കടല, ബൂസ്റ്റ്, എല്ലാം വാങ്ങി കേട്ടോ. ഇവളെ ഭർത്താവ്, ഇതെന്റെ ചേച്ചി, ഇവളെ ഭർത്താവാണ് വാങ്ങിയിട്ട് വന്നേ, ഇവളെ ഹസ്ബൻഡ്. അപ്പൊ നമുക്ക് ഇപ്പൊ 9 മണിയായെന്ന് തോന്നുന്നല്ലേ? 9 മണിയായി. ഇനിയാണ് ഷാർജ ഓടിക്കുന്നത്. അപ്പൊ എന്റെ ആഗ്രഹമായിരുന്നു ഷാർജ ഓടിക്കാൻ. എന്തായാലും നമുക്ക് അടിച്ചിട്ട് കാണാം. ക്രിസ്മസ് പാപ്പേനെ കണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു ഗുഹയില് കയറിയപ്പോഴാണെങ്കിൽ അപ്പൊ ആ ഗുഹയിലെ സൗണ്ട് എങ്ങനെ? പിന്നെ 2 സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും ചെറിയ പൊടിയൻ ഇവിടെ ഉണ്ട്. പമ്മി പമ്മി നടക്കുന്നത് കണ്ടില്ലേ? എഫ്രോൺ, ഹലോ ഹലോ. അപ്പൊ നമ്മള് ഷാർജക്കകത്ത് ബൂസ്റ്റ്, കടല, പിന്നെ പാല്, പഞ്ചസാര അല്ലേ? പഞ്ചസാര ഇത്രയും മതി. അത്രയും മതി. അപ്പൊ നമ്മളിതെല്ലാം ഇട്ടിട്ടുണ്ട്. പിള്ളേര് പറക്കി പഞ്ചസാര കഴിക്കുന്നു. കഴിക്കാതെ മക്കളെ. ഓക്കെ, നമുക്കിനി ഓക്കെ ജ്യൂസ് അല്ല ഷാർജ. ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് എങ്ങനെ ഷാർജ അടിക്കണമെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷാർജ കുടിച്ചു. ഇതേ അപ്പം നമ്മുടെ ഷാർജ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേഴ്സ്. അപ്പം നമ്മുടെ വാവ ഒരു രക്ഷയില്ല, ഉറങ്ങുന്നില്ല. അങ്ങനെ ഞാനും വാവ ഇവിടെ ഇരിപ്പാണ്.
ഇപ്പോൾ സമയം 11 മണി എന്തോ ആയിട്ടുണ്ട്. പിള്ളേരൊന്നും ഉറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു റൂമിലേക്ക് കൂടി. ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം. ഇവിടെയാണ് ഞാൻ കിടന്നിരുന്നത് കേട്ടോ. എല്ലാവരും കൂടെയൊക്കെ ഒരുമിച്ച് കൂടി ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പണ്ട് ഞങ്ങൾ എങ്ങനെയായിരുന്നോ അതൊക്കെ ഓർമ്മ വരുവാണ് കേട്ടോ. ഞാനും ചേച്ചിയും ആദ്യത്തെ കുഞ്ഞിനെ ഒരുമിച്ചായിരുന്നു പ്രസവിച്ച് കിടന്നിരുന്നത്. അപ്പോഴേ ഇങ്ങനെയൊക്കെയായിരുന്നു ഒരുമിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് അതൊക്കെയായിരുന്നു എനിക്ക് ഓർമ്മയിൽ വന്നത്. ഹായ്, അപ്പോൾ രാത്രിയായിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഉറങ്ങാനായിട്ട് ഇപ്പോൾ റൂമിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂം. ഇവിടെയാണ് കിടക്കുന്നത്. കല്യാണത്തിന് മുമ്പും ഇതായിരുന്നു എൻ്റെ റൂം. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.